ഓം ശാന്തി. 2/7/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഇവിടെ ഓർമ്മയിലിരുന്ന് പാപം ദഗ്ധമാക്കുന്നതിന് വന്നിരിക്കുകയാണ്. ഇതിനാൽ ബുദ്ധിയോഗം നിഷ്ഫലമാകരുത്. ഈ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. നാം ഈ വിദ്യാലയത്തിൽ വരുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. പലവിധ ചെറിയ ചെറിയ അല്ലെങ്കിൽ വലുതായാലും പ്രശ്നങ്ങൾ കാരണമാണ് അതിനൊരു ഉപശാന്തിക്കായിയാണ് ഈ വിദ്യാലയത്തിലേക്ക് വരുന്നത്. എന്നാൽ ഈ വിദ്യാലയത്തിലെ പഠിത്തം സ്വയം ഭഗവാൻ പഠിപ്പിക്കുന്നതാണ്. ഭഗവാൻ എന്നും പഠിപ്പിക്കുകയാണ്, നമ്മളെ സ്വർഗത്തിന് യോഗ്യരാക്കുകയാണ് എന്ന കാര്യം നാം തിരിച്ചറിയുന്നത് മുതൽ നാം മനസ്സിലാക്കുന്നു എന്ത് കാരണം കൊണ്ടാണോ വന്നത് ആ കാരണം വെറും ഒരു കാരണം മാത്രമാണ്, ഒരു നിമിത്തം മാത്രമാണ് എന്ന്. ചെറിയ ഒരു ലക്ഷ്യം കൊണ്ടുവന്നിട്ട് നാം ഉയർന്ന ഒരു ലക്ഷ്യം പിടിച്ചിരിക്കുകയാണ്. ആ ലക്ഷ്യമാണ് നമ്മുടെ പാപമെല്ലാം തീർത്ത് നാം ഏറ്റവും യോഗ്യതയുള്ളവരായി തീരുക എന്നത്. ഈ ഒരു ലക്ഷ്യമാണ് എല്ലായ്പ്പോഴും മുന്നിൽ വയ്ക്കേണ്ടത്. ഈ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മളുടെ ബുദ്ധിയെ ഷാർപ്പ് അല്ലെങ്കിൽ ശക്തമാക്കുകയും വേണം. അങ്ങനെ ശക്തമാക്കുന്നതിന് ബാബ നമ്മൾക്ക് മുരളി എന്നും തരുന്നുണ്ട്. ഈ സ്ഥിതിയിൽ ഇന്ന് ബാബ മുന്നറിയിപ്പ് തരികയാണ്, ഇത്രയും ഉയർന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനാണ് നാം ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ബുദ്ധിയോഗം ഒരിക്കലും നിഷ്ഫലമാകരുത്. നമ്മുടെ ബുദ്ധി അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. ചെറിയ ചെറിയ കാരണങ്ങളിൽപ്പെട്ട് വലിയ സമ്പത്ത് നഷ്ടപ്പെടുത്തരുത്. ഈ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കണം. ചോദ്യം: ഏത് സൂക്ഷ്മ വികാരമാണ് അന്തിമത്തിൽ ഒരു ബുദ്ധിമുട്ടായി വരുന്നത്? ഉത്തരം: സൂക്ഷ്മത്തിലായാലും അത്യാഗ്രഹത്തിന്റെ വികാരമുണ്ട്. ഏതെങ്കിലും വസ്തു അത്യാഗ്രഹം കാരണം കൂട്ടിവെച്ച് തൻ്റെ അടുക്കൽ ശേഖരിച്ചു വച്ചിരിക്കുന്നു എങ്കിൽ അത് അന്തിമത്തിൽ ഒരു ബുദ്ധിമുട്ടിന്റെ രൂപത്തിൽ ഓർമ്മയിൽ വരും. ഇതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, തൻ്റെ അടുക്കൽ ഒന്നും വയ്ക്കരുത്. നിങ്ങൾ എല്ലാ സങ്കല്പങ്ങളെയും ഉൾവലിച്ച് ബാബയുടെ ഓർമ്മയിലിരിക്കാനുള്ള ശീലം ഉണ്ടാക്കണം. ഇതിനാൽ ദേഹി അഭിമാനി ആകുന്നതിന് അഭ്യസിക്കണം. സാധാരണയായി ബാബ 5 വികാരങ്ങളിൽ കാമത്തെക്കുറിച്ചും ക്രോധത്തെക്കുറിച്ചും എന്നാൽ മോഹത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും നന്നായി പറയാറുണ്ട്. ഇത് വലിയ വികാരങ്ങളാണ്, കഷ്ടത്തിൽ കൊണ്ടുവരും എന്നെല്ലാം പറയാറുണ്ട്. എന്നാൽ ഇന്ന് ബാബ ഇവയുടെ ഇടയിലുള്ള ഒരു വികാരം, അത്യാഗ്രഹം, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. കേൾക്കുമ്പോൾ മറ്റുള്ള വികാരങ്ങളെ അപേക്ഷിച്ച് ഒരല്പം കുറവ് തോന്നും എങ്കിലും ഇതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് നിമിത്തമായി തീരുന്നു. ഏതെങ്കിലും വസ്തുവിനോട് അത്യാഗ്രഹമുണ്ട് എങ്കിൽ അത് കൂടുതൽ കൂടുതൽ വേണമെന്നും അത് നമ്മളുടെ അടുക്കൽ ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവസാന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായി തീരും. അത് നമ്മളുടെ ഓർമ്മയിൽ വരികയും ചെയ്യും. ഇതുകൊണ്ട് ബാബ പറയുകയാണ്, ഒരു വസ്തുവും തൻ്റെ അടുക്കൽ വെക്കരുത്, സൂക്ഷിച്ചു വെക്കരുത്. നമ്മൾക്ക് അത്രയും ഒരു വസ്തുവിനോടും ആസക്തി ഉണ്ടാകരുത്. നമ്മളുടെ മനസ്സിലും ബുദ്ധിയിലുമുള്ള എല്ലാ സങ്കല്പങ്ങളെയും കാര്യങ്ങളെയും ഉൾവലിച്ച് ഒരു ബാബയുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കാനുള്ള ശീലം ഉണ്ടാക്കിയെടുക്കണം. എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെയും ബുദ്ധിയെയും ഉൾവലിച്ച് എന്നാൽ അതിനർത്ഥം ഒരു കാര്യത്തിലും നമ്മുടെ മനസ്സോ ബുദ്ധിയോ പെട്ടുകിടക്കരുത്. എല്ലാത്തിൽ നിന്നും മാറ്റി ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം. ഈ ഒരു ശീലം ഉണ്ടാക്കുന്നതിനായി ആത്മാഭിമാനിയാകുന്നത് പ്രാക്ടീസ് തീർച്ചയായും ചെയ്യണം. എത്രത്തോളം നാം ആത്മാവാണ്
എന്ന് നാം തിരിച്ചറിയുന്നുവോ, അത്രത്തോളം വസ്തുക്കളോടും വ്യക്തികളോടും ഉള്ള ആസക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുത്ത് ഒരു ബാബയെ ഓർമ്മിക്കാൻ സഹജമാകും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയുടെ ഓർമ്മയിലിരിക്കുന്ന സമയത്ത് അല്പം പോലും ബുദ്ധി അവിടെയും ഇവിടെയും അലയരുത്. സദാ ശേഖരിച്ചുകൊണ്ട് ഇരിക്കണം. വളരെ ശക്തമായ ഓർമ്മയായിരിക്കണം. അപ്പോൾ എല്ലായിടവും നിശബ്ദമാകും. 2. ശരീരത്തെ ആരോഗ്യവാനാക്കി വെക്കുന്നതിന് തീർച്ചയായും കറങ്ങാനും തിരിയാനും പോകാം. എന്നാൽ പരസ്പരം അനാവശ്യ കാര്യം അല്ലെങ്കിൽ പരചിന്തനം ചെയ്യരുത്. നാവിനെ ശാന്തമാക്കി വെച്ച് ബാബയെ ഓർമ്മിക്കുന്നതിൽ മത്സരിക്കണം. ഭോജനം ബാബയുടെ ഓർമ്മയിൽ കഴിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ബുദ്ധി അല്പം പോലും അനാവശ്യ കാര്യങ്ങളിൽ അലഞ്ഞു തിരിയരുത്. എന്നാലാണ് ബാബയെ നന്നായി ഓർമ്മിക്കാൻ സാധിക്കുന്നത്. സദാ നമ്മുടെ ബുദ്ധി ജ്ഞാനത്തിൽ മുഴുകിയിരിക്കണം. ഇതിലൂടെ സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നു. ഓർമ്മ വളരെ ശക്തമായിരിക്കണം. ആ ഓർമ്മയുടെ ശക്തി കൊണ്ട് ചുറ്റുപാടും നിശബ്ദമായി മാറണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ ശരീരത്തെ ആരോഗ്യവാനാക്കി വെക്കുന്നതിന് തീർച്ചയായും നടക്കാനും തിരിയാനും പോകാം. എന്നാൽ പരസ്പരം അനാവശ്യ കാര്യങ്ങൾ, അതായത് പരചിന്തനം തുടങ്ങിയവ സംസാരിക്കരുത്. നാവിനെ ശാന്തമാക്കി വെക്കണം. അതായത് നമ്മുടെ കർമ്മേന്ദ്രിയത്തെ ശാന്തമാക്കി വെക്കണം. അതിനോടൊപ്പം ബാബയെ ഓർമ്മിക്കുന്നതിൽ നാം മത്സരിക്കണം. ബാബയുടെ ഓർമ്മയിൽ തന്നെയാണ് ഭോജനവും ഗ്രഹിക്കേണ്ടത്. വരദാനം: നിശ്ചയബുദ്ധിയായി ദുർബല സങ്കല്പങ്ങളുടെ വലയെ സമാപ്തമാക്കുന്ന സഫലതാ സമ്പന്നരായി ഭവിക്കട്ടെ. ഇപ്പോൾ വരെയും മെജോറിറ്റി കുട്ടികൾക്ക് ദുർബല സങ്കല്പങ്ങൾ സ്വയം തന്നെ ഇമർജാകുന്നു. ചിന്തിക്കുന്നു, അറിയില്ല നടക്കുമോ ഇല്ലയോ എന്ന്, എന്താകുമോ എന്തോ എന്ന്. ഈ ദുർബല സങ്കല്പങ്ങൾ തന്നെയാണ് മതിലായി തീരുന്നത്. സഫലത ആ മതിലിൻ്റെ അപ്പുറത്ത് ഒളിഞ്ഞു നിൽക്കുന്നു. മായ ദുർബല സങ്കല്പങ്ങളുടെ വല വിരിക്കുന്നു. ആ വലയിൽ പെട്ടുപോകുന്നു. ഇതിനാൽ ഞാൻ നിശ്ചയബുദ്ധി വിജയിയാണ്. സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഈ സ്മൃതിയിലൂടെ ദുർബല സങ്കല്പങ്ങളെ സമാപ്തമാക്കൂ. നാം മറ്റുള്ളവരെന്ത് പറയുന്നുവോ അത് കേട്ടല്ല തളർന്നു പോകുന്നത്. നമ്മളുടെ ഉള്ളിൽ തന്നെ എന്താണോ നാം ചിന്തിക്കുന്നത് അത് കേട്ടാണ് നാം തളരുന്നത്. നാം ബ്രാഹ്മണ കുട്ടികളാണെങ്കിലും മെജോറിറ്റി കുട്ടികളിൽ ദുർബല സങ്കല്പങ്ങൾ വരുന്നു എന്നാണ് ബാബ പറയുന്നത്. ഇനി എന്താകും, ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള പലതരത്തിലുള്ള ദുർബല സങ്കല്പങ്ങൾ വരുന്നു. ആ ഒരു വലയിൽ നാം പെട്ടുപോകുന്നു. ഈ ദുർബല സങ്കല്പങ്ങൾ വലിയ ഒരു മതിലായി തീരുന്നു. സഫലത ആ മതിലിൻ്റെ അപ്പുറത്തായി തീരുന്നു. ഇതിനാൽ ബാബ പറയുന്നു, സ്വയം ആരാണ് എന്ന് മനസ്സിലാക്കണം. നിശ്ചയബുദ്ധി വിജയി ആത്മാവാണ്. സഫലത നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ദുർബല സങ്കല്പങ്ങൾ സമാപ്തമാകും. സ്ലോഗൻ: മൂന്നാമത്തെ ജ്വാലാമുഖി നേത്രം തുറന്നിരിക്കുകയാണെങ്കിൽ മായ ശക്തിഹീനമായി തീരും. മൂന്നാമത്തെ നേത്രത്തിലൂടെ നാം കാര്യങ്ങളെ നോക്കുമ്പോൾ എല്ലാം നന്മയ്ക്കാണ്, എല്ലാവരും നല്ലവരാണ് എന്ന് നാം തിരിച്ചറിയും. ഇങ്ങനെയാണെങ്കിൽ മായ നമ്മളെ ഒരിക്കലും തോൽപ്പിക്കില്ല. മായ സ്വയം ദുർബലമായി തീരും. ഓം ശാന്തി.